നമസ്കാരം. നാലാം ലോക കേരള സഭയ്ക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം 351 അംഗങ്ങൾ കേരള സഭയിൽ പങ്കെടുക്കും. പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും സാധ്യമാക്കുക, നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ലോക കേരള സഭയ്ക്ക് ഉള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓരോ തവണയും ലോക കേരള സഭയിലേക്ക് കൂടുതൽ പ്രവാസികൾ എത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണ 63 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 100 ഉയർന്നു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ സുപ്രധാന പങ്കുള്ള പ്രവാസി സമൂഹത്തിന് ഒരു ആഗോള സംഗമവേദി നടത്തുക എന്നത് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക കേരള സഭയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ്. നാലാം ലോക കേരള സഭയ്ക്ക് നാളെ, അതായത് ജൂൺ 13 തുടക്കം കുറിക്കുകയാണ്. ജൂൺ 15 വരെ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന സഭയിൽ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 351 അംഗങ്ങൾ പങ്കെടുക്കും. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും സാധ്യമാക്കുക, നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും ആയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങി വിപുലമായ ലക്ഷ്യങ്ങളാണ് ലോക കേരള സഭയ്ക്ക് ഉള്ളത്. ഓരോ തവണയും ലോക കേരള സഭയിലേക്ക് കൂടുതൽ പ്രവാസികൾ എത്തുകയാണ്. കഴിഞ്ഞ തവണ 63 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 100 ഉയർന്നു. മറ്റ് രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളും നാടും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൽ ഈ ഉദ്യമത്തിന് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. നാടിൻ്റെ വികസനത്തിൽ നിർണായക സംഭാവന നൽകുന്ന പ്രവാസികളെ ഭരണനിർവഹണത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന ജനാധിപത്യ സംവിധാനമായി ലോക കേരള സഭ വർത്തിക്കുന്നു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ സുപ്രധാന പങ്കുള്ള പ്രവാസി സമൂഹത്തിന് ഒരു ആഗോള സംഗമവേദി നടത്തുക എന്നത് അനിവാര്യമാണ്. നാടിന് അഭിവൃദ്ധിയേകുന്നവർക്ക് ഭരണനിർവഹണത്തിൽ പങ്കാളിത്തമില്ലാത്ത ദുരവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സഹായിക്കുന്ന ലോക കേരള സഭയ്ക്ക് സാധ്യമാകുന്നതിൽ ഏറ്റവും തുച്ഛമായ തുകയാണ് സർക്കാർ ചെലവാക്കുന്നത്. മൂന്നാം ലോക കേരള സഭ നടത്തിപ്പിനായി ബജറ്റിൽ നീക്കിവച്ചിരുന്ന തുകയിൽ 1/3 മാത്രമാണ് ചെലവായത്. ഒന്നാം ലോക കേരള സഭയ്ക്ക് ശേഷം നടന്ന 2 സമ്മേളനങ്ങളിലും ലോകരാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേരാനുള്ള വിമാന ടിക്കറ്റുകൾ പ്രതിനിധികൾ സ്വയം വഹിക്കുകയാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്ത സമാനതകളില്ലാത്ത പ്രവാസ നയരൂപീകരണ പ്രക്രിയയാണ് കേരള സർക്കാർ നടത്തുന്നത്. ലോക കേരള സഭ അതിൻ്റെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പ്രവാസികളുടെയും സംസ്ഥാനത്തിൻ്റെയും പുരോഗതിയിൽ ഇത്തവണത്തെ ലോക കേരള സഭയ്ക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഇടപെടലുകളും നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ലോക കേരള സഭയല്ല, ഇത് ലോക ധൂർത്ത് സഭയാണ് എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിക്കുന്നത്. മാത്രമല്ല, 1ഉം 2ഉം 3ഉം ലോക കേരള സഭ നടത്തിയതുകൊണ്ട് ലോകത്തെ പ്രവാസ സമൂഹത്തിന്, മലയാളി പ്രവാസി സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി, അവരുടെ എന്ത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്, എന്ത് വിഷയമാണ് അവതരിപ്പിച്ച് അതിൽ പരിഹാര നടപടി സ്വീകരിച്ചത് എന്നും പ്രതിപക്ഷവും ചില പ്രവാസി കൂട്ടായ്മകളും ചോദിക്കുന്നുണ്ട്. ഇത് വെറും ധൂർത്തിൻ്റെയും പ്രാഞ്ചിയേട്ടൻ പരിപാടിയാണ് എന്നാണ് ചില പ്രവാസി സംഘടനകൾ അഭിപ്രായമുന്നയിക്കുന്നത്. പ്രത്യേകിച്ചും UK കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകളും ചില വ്യക്തികളുമൊക്കെ ഈ ഒരു ലോക കേരള സഭയ്ക്കെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇത് വെറും ഷോ കാണിക്കൽ മാത്രമാണ്, ലോക കേരള സഭയുടെ പേരിൽ പലതരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. കോടികൾ പൊടിച്ച്, ലക്ഷങ്ങൾ പൊടിച്ച് ഈ ഒരു സഭ നടത്തിയതുകൊണ്ട് പ്രവാസ സമൂഹത്തിന്, പ്രവാസി മലയാളികൾക്ക് എന്തു ഗുണം? പ്രവാസികളെ ഭരണനിർവഹണത്തിൽ ചേർക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ്? എന്ത് ഭരണഘടനാ സംവിധാനത്തിൻ്റെ പേരിലാണ് എന്ന ചോദ്യവും വ്യാപകമായി നേരത്തെ ഉയർന്നിരുന്നു.